കേരളത്തിലടക്കം മസാജ് പാർലറുകളിലും ബാർബർ ഷോപ്പുകളിലും വ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണ് കഴുത്ത് വെട്ടിക്കൽ മസാജ്. ഇത് അപകടകരമാണെന്ന് നിരവധി തവണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മുടി വെട്ടിക്കഴിഞ്ഞ ശേഷം കഴുത്ത് പെട്ടെന്ന് വെട്ടിപ്പിച്ചുള്ള മസാജ് കേരളത്തിലെ ബംഗാൾ തൊഴിലാളികൾ നടത്തുന്ന ബാർബർ ഷോപ്പിലൊക്കെ പതിവാണ്. ഇത് അപകടകരമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് പുറത്തു വരുന്നത്. ബോഡി മസാജിനിടെ കഴുത്തിനേറ്റ ക്ഷതത്തെ തുടർന്ന് തായ് ഗായിക ചയാദ പ്രാവോ മരിച്ചത് വിവാദമാവുകയാണ്. രക്തത്തിലെ അണുബാധയും തലച്ചോറിലെ വീക്കവുമാണ് മരണകാരണമെങ്കിലും ചയാദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മസാജിനെ തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ്. തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഗായിക വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. തോളിലെ വേദനയെക്കുറിച്ചും അത് കുറയ്ക്കുന്നതിനായി മസാജ് പാർലറിൽ പോകുന്നതിനെക്കുറിച്ചും പോസ്റ്റ് ചെയ്തിരുന്നു. ഒക്ടോബറിലാണ് ആദ്യ സെഷനായി മസാജ് പാർലറിൽ പോയത്. അന്ന് കഴുത്ത് പെട്ടെന്ന് വെട്ടിത്തിരിച്ചുള്ള നെക്ക് ട്വിസ്റ്റിംഗ് മസാജ് ചെയ്തിരുന്നു. പാർലറിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ചായദയ്ക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിച്ചു. ഇതിനിടയിൽ രണ്ടാം സെഷനും മസാജ് പാർലറിൽ പോയി. തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. തായ് മസാജ് പഠിച്ചിരുന്ന അവർ മസാജുകളിൽ നിന്ന് സംശയാസ്പദമായി ഒന്നും തോന്നിയിരുന്നില്ല. മസാജിന് ശേഷമുള്ള സാധാരണ പ്രശ്നങ്ങൾ മാത്രമാണ് തനിക്കുള്ളതെന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. നവംബർ 6 അവസാന സെഷനും പങ്കെടുത്ത ശേഷം ചയാദയുടെ ശരീരത്തിൽ വീക്കവും കണ്ടെത്തി. തുടർന്ന് വലതു കൈ മരവിക്കുകയും ചെയ്തു. നവംബർ പകുതിയോടെ ചയാദയുടെ ശരീരം 50% തളർന്നു. തുടർന്ന് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. ചയാദയുടെ മരണത്തെ തുടർന്ന് തായ്ലൻഡിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസ് അധികൃതർ മസാജ് പാർലറിൽ പരിശോധന നടത്തി. പാർലറിലെ 7 മസാജർമാരിൽ 2 പേർക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇത്തരം അപകടകരമായ മസാജുകൾ നടത്താൻ ലൈസൻസ് ഉള്ളവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നാണ് പാർലർ മാനേജറുടെ അവകാശവാദം. സംഭവത്തിൽ ചയാദയുടെ കുടുംബത്തോട് മാനേജർ മാപ്പ് പറഞ്ഞു. കഴുത്തിലെ മസാജ് തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ധമനികൾക്ക് തകരാറുണ്ടാക്കുമെന്നും സ്ട്രോക്കിന് കാരണമാകുമെന്നും ഡോക്ടർമാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിചയസമ്പന്നർ അല്ലാത്തവർ ഇത്തരത്തിലുള്ള കഴുത്ത് വെട്ടിക്കലുകൾ ചെയ്താൽ അത് പ്രശ്നമാവുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുകയോ ദീർഘനേരം ഒരേ ഇരിപ്പിൽ വാഹനം ഓടിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും കഴുത്തിലും തോളിലും വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്തരക്കാർക്ക് കഴുത്ത് മസാജ് ചെയ്യുന്നത് മൂലം ചെറിയൊരു സുഖമുണ്ടാകും. മസാജുകൾക്ക് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ കഴിയും, പക്ഷേ ഇത് ചെയ്യാൻ അറിയണം. മസാജ് എന്ന പേരിൽ തല പിടിച്ച് വെട്ടിക്കുന്നത് പലപ്പോഴും അപകടകരമാണ്. ഇക്കാര്യം ഡോക്ടർമാർ പലതവണ പറഞ്ഞിട്ടും കേരളത്തിലടക്കം ഈ പരിപാടി തുടരുകയാണ്. ബാർബർ ഷോപ്പിൽ മസാജ് നൽകുന്നതിനിടെ തെറ്റായ മസാജിംഗ് രീതി മൂലം ഒരു വ്യക്തി മരണം പ്രാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ കേരളത്തിലെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണ്. കഴുത്ത് മസാജ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നുവെന്നും തുടർന്ന് ഇയാൾ മരിക്കുന്നുവെന്നുമാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഇതൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി വന്ന സ്ക്രിപ്റ്റഡ് വീഡിയോയാണ്, നടന്ന സംഭവമല്ല. പക്ഷേ കാര്യങ്ങൾ അറിയാത്തവർ മസാജ് ചെയ്താൽ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നതിന് ഉറപ്പാണ് തായ്ലൻഡിൽ നടന്ന ഈ സംഭവം.